അപ്പം ഇന്നത്തെ നമ്മുടെ യാത്ര ലുലുവിൽ ലോട്ട് എന്നും പറഞ്ഞിട്ടൊരു ബ്രാഞ്ച് ഉണ്ട്. ഖത്തറിലുള്ളവർക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ അവിടേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. പോണത് വേറെ ഒന്നിനല്ല, ഞാൻ യൂട്യൂബിൽ ഒരു അക്കൗണ്ടൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് കുറച്ച് നല്ല ഭംഗിയുള്ള പാത്രങ്ങളൊക്കെ വേണമായിരുന്നു. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു രസമില്ലല്ലോ. അപ്പോൾ ഓർത്തു പോയിട്ട് കുറച്ച് നല്ല പാത്രങ്ങളൊക്കെ മേടിച്ചിട്ട് വരാം. നമ്മൾ വേറെ സ്ഥലങ്ങളിലും ഒക്കെ മേടിക്കുകയാണെങ്കിൽ തന്നെ ഭയങ്കര റേറ്റാണ് കേട്ടോ. അപ്പം ലോട്ടിലാണെങ്കിൽ അത്രയും റേറ്റ് ഇല്ല, നല്ല റേറ്റ് കുറവുണ്ട്. എന്നാൽ നാട്ടിൽ വെച്ച് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് മേടിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടിയേ നടക്കത്തില്ല. ഇവിടെ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്ന പോലെ ലോട്ടിൽ കുറച്ച് റേറ്റ് കുറവുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ലോട്ടിലേക്ക് വന്നേക്കാണ്. കുറച്ച് ഉദ്ദേശലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാത്രങ്ങൾ വേണമെന്നുള്ളതാണ്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് കേട്ടോ നമ്മൾ. അപ്പം വരുമ്പോൾ ഒക്കെ ഇങ്ങനെ പാത്രങ്ങൾ കാണാറുണ്ട്. പക്ഷേ നമുക്കിതുപോലെ ഒത്തിരി പാത്രങ്ങൾ മേടിച്ച് വയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും യൂട്യൂബിൻ്റെ ആ ഒരു പേരും പറഞ്ഞ് കുറച്ച് പാത്രങ്ങൾ ഞാനിവിടെ വന്നിട്ട് മേടിക്കാനുള്ള പരിപാടിയായിരുന്നു. അങ്ങനെ എനിക്കാണെങ്കിൽ ഈ സെക്ഷനിൽ കയറി കഴിഞ്ഞാൽ ഏതെടുക്കണം എന്നൊരു പിടിയില്ല, ഭയങ്കര ഇഷ്ടമാണ്. പണ്ടൊന്നും ഞാൻ ഇങ്ങനെയുള്ള പാത്രങ്ങളും ചട്ടിയും കലം അങ്ങനെയുള്ള ഭാഗത്തേക്കൊന്നും ഞാൻ തിരിഞ്ഞ് പോലും നോക്കിയിട്ടില്ലാത്ത ആളാണ് കേട്ടോ. ഞാൻ ആകെ പോകുന്ന വല്ല മേക്കപ്പ് ഐറ്റംസോ അല്ലെങ്കിൽ ഡ്രസ്സോ ചെരുപ്പുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഞാൻ നോക്കാറുള്ളത്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതൊന്നും വേണ്ട. ഇപ്പോൾ എനിക്ക് വേണ്ടത് പാത്രങ്ങളാണ്. എന്തായാലേ നമ്മൾ കല്യാണം കഴിഞ്ഞ് ഒരു കൊച്ചൊക്കെ ആയി കഴിയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡൊക്കെ അങ്ങോട്ട് മാറിയിട്ട് ഈ ഒരു ലെവലിലേക്ക് എത്തിയത് എന്തിങ്ങനെ. ഞാൻ വിചാരിച്ചിട്ടുണ്ട് നമ്മുടെ അമ്മമാരൊക്കെ എന്തിനും ഏത് നേരം ഈ പാത്രവും അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നടക്കണേ, അവർക്ക് ഫ്രീക്ക് അടിച്ച് നടന്നുകൂടെ എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്. പക്ഷേ സത്യാവസ്ഥ ഇതാണെന്ന് എനിക്ക് ഇപ്പോഴാട്ടോ മനസ്സിലായത്. നമ്മൾ ആ ഒരു സ്റ്റേജിൽ വരുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫീലിങ്സൊക്കെ ഞങ്ങൾ മനസ്സിലാവണേ. അപ്പം ഇങ്ങനെ ഒരു അറ്റത്തുനിന്ന് അങ്ങോട്ട് ഞാൻ തുടങ്ങും. ഇപ്പം നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പർച്ചേസിങ്ങിന് പോക്കൊന്നും ഇല്ല കേട്ടോ. നമ്മൾ താമസിക്കുന്ന ഒരു നാട്ടിൻ പ്രദേശത്താണ്. അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും വീട്ടിൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അപ്പച്ചൻ പോയി മേടിച്ചിട്ട് വരും. ഇപ്പം എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ അനിയനുണ്ട്, അവൻ പോയി മേടിച്ചിട്ട് വരും. അല്ലാതെ നമ്മൾ ഇറങ്ങിപ്പോയി സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരുന്ന പരിപാടിയൊക്കെ വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ ഈ ഖത്തറിൽ വന്നേ പിന്നെ ഞങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് ഈ പർച്ചേസിങ്ങിന് പോകാമെന്ന് പറഞ്ഞാൽ. എവിടെയെങ്കിലും കറങ്ങാൻ പോകാമെന്ന് പറയുന്നതിലും എനിക്ക് കൂടുതൽ ഇഷ്ടം എവിടെയെങ്കിലും പർച്ചേസിന് പോകാമെന്ന് പറയാം. പർച്ചേസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ചുമ്മാ ഇങ്ങനെ നടന്നിട്ട് കാണാനും അതിൽ എന്തെങ്കിലുമൊക്കെ എനിക്ക് ഇഷ്ടമാവും. അതൊക്കെ എൻ്റെ കെട്ടിയവൻ മേടിച്ചും തരും കേട്ടോ. അപ്പോൾ പിന്നെ ആ ഒരു പ്രശ്നമില്ല. എന്ത് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ നോക്കണം കണ്ടാലും അത് പുള്ളി എനിക്ക് എടുത്ത് തന്നിരിക്കും. അപ്പം അങ്ങനെ ഒരു നല്ല തങ്കക്കുടമായ കെട്ടിയവനുള്ളത് കൊണ്ട് നല്ല രസമാണ് ഇവിടെ. കാശ് പോകുന്ന വഴി അറിയത്തില്ല. അപ്പം ഞാനിങ്ങനെ നടന്ന് തപ്പുകയാണ്. കുറച്ച് പാത്രങ്ങളൊക്കെ ഞാൻ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ ഇരിക്കണം കണ്ടു. അപ്പോൾ പിന്നെ ഓർത്തു എന്നാൽ പിന്നെ കുറച്ച് പൂക്കളൊക്കെ മേടിച്ചേക്കാം, ചുമ്മാ അവിടെ ഇവിടെയൊക്കെ വയ്ക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അതും കുറച്ച് നടന്ന് തപ്പുകയാണ്. ലോട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയുക, പുറമെ വേറെ ഷോപ്പിൽ പോകുന്നതിലും കൂടുതൽ നമുക്ക് എടുക്കാൻ തോന്നും. കാരണം റേറ്റ് കുറച്ച് കുറവുണ്ടല്ലോ. ഒത്തിരി കുറവൊന്നുമല്ല, എന്നാലും ഇച്ചിരി കുറവുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് സാധനങ്ങൾ പറ്റുന്ന പോലെയൊക്കെ നമ്മൾ അവിടെ നിന്ന് കൂടുതൽ എടുക്കും കേട്ടോ. പിന്നെ ഈ ഒരു സെക്ഷനിലേക്ക് നമ്മൾ അധികം വരുന്നില്ല. കാരണം ഈ ഇവിടേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞ് ഒരു വണ്ടി എടുക്കും, അത് കഴിഞ്ഞിട്ട് അത് തുറക്കും, ആ കവറിങ് തുറന്നിട്ട് അത് ചെക്ക് ചെയ്തിട്ട് അത് വേണ്ടാന്ന് പറയും. അപ്പോൾ നമ്മൾ തുറന്ന സാധനം നമുക്ക് പിന്നെ തിരിച്ചു വയ്ക്കാൻ പറ്റില്ല. പിന്നെ അവിടെ കിടന്ന് വാശിയായിരിക്കും. അങ്ങനെ 1-2 വണ്ടിയൊക്കെ പോയി എടുത്ത് അവിടെ നിൽക്കും, അവിടെ നിന്ന് വരത്തേയില്ല. പിന്നെ നമ്മുടെ പർച്ചേസ് നടക്കില്ല. അപ്പോൾ ഞങ്ങൾ അവനെ ആ ഒരു ഭാഗത്തേക്ക് അധികം അടുപ്പിക്കില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ ബൗളുകൾ 2.50 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലൊരു 50 രൂപ 50 സംതിങ് എത്രയൊക്കെയാണ് കേട്ടോ വരിക. ഇവിടെ 1 റിയാൽ എന്ന് പറയുന്ന നാട്ടിൽ 24 രൂപ അങ്ങനെ എന്തോ ആണ്. അപ്പം അങ്ങനെയാണ് ഇവിടെ റേറ്റ് വരുന്നത്. നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളാണ്. എനിക്ക് ഇവിടെയുള്ള ഈ പ്ലേറ്റുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ കൂടുതൽ ഇങ്ങനത്തെ പ്ലേറ്റുകൾ മേടിക്കലില്ല, കാരണം കുഞ്ഞുള്ളതുകൊണ്ട് ഇതൊക്കെ പൊട്ടിപ്പോകുന്ന വഴി അറിയത്തില്ല. അവനിതൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ എടുക്കുകയും ചെയ്യും. എടുക്കാതിരിക്കാൻ അവൻ നമ്മളെക്കൊണ്ട് സമ്മതിപ്പിക്കില്ല. അപ്പം നമ്മൾ കൂടുതൽ ഇങ്ങനത്തെ ഒന്നും മേടിച്ച് വെച്ചിട്ടില്ല. എന്തായാലും ഈ പ്രാവശ്യം വന്നപ്പോൾ കുറച്ചധികം മേടിച്ച് വെച്ചേക്കാണ്. ഈ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇടുമ്പോൾ ഒരു പാത്രം അല്ലെങ്കിൽ 2 പാത്രം തന്നെ തിരിച്ചു മറിച്ച് വയ്ക്കുന്ന ഒരു രസമില്ലല്ലോ. അങ്ങനെ ആ ഒരു പേരും പറഞ്ഞ് എനിക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ ഞാൻ പറക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ നടപ്പ് എന്ത് രസമല്ലേ ഇവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കാൻ. പിന്നെ കുറച്ച് നേരം കൂടെയൊക്കെ ഇങ്ങനെ ഞാൻ വീഡിയോസൊക്കെ എടുത്ത് നടന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടുന്ന്
ഒരു സ്റ്റാഫ് നമ്മുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കരുത്, ഇപ്പോൾ ഇവിടെ അലൗഡ് അല്ലല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ അവർ പറഞ്ഞ സ്ഥിതിക്ക് അത് എടുക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഫോൺ മാറ്റി വെച്ചു കേട്ടോ. അതിന് മുന്നെടുത്തിട്ടുള്ള കുറച്ച് ചെറിയ ക്ലിപ്പുകൾ മാത്രം ഇതിലിട്ടിട്ടുള്ളേ. അപ്പം നമ്മൾ നമ്മുടെ സ്ഥിരം ഇഷ്ടമുള്ള ഏരിയസിലേക്കൊക്കെ പോയി അത് കഴിഞ്ഞ് പിന്നെ അതേ ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കണ്ടു. നമ്മളിവിടെ ഇതൊന്നും യൂസ് ചെയ്യലില്ല. എനിക്ക് ഓർണമെൻറ്റ്സ് ഒന്നും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. ഞാൻ സിമ്പിളായിട്ട് ഏതെങ്കിലും ഒരു മാല ഉണ്ടെങ്കിൽ ആ ഒരു മാല സ്ഥിരം ഇട്ടുകൊണ്ടിരിക്കും, ഒരു വളയുണ്ടെങ്കിൽ അത് സ്ഥിരമായിരിക്കും. അങ്ങനെയാണ്. പിന്നെ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും മേടിക്കലില്ല ഇപ്പോൾ. പണ്ടായിരുന്നെങ്കിൽ ഇത് മാത്രമേ മേടിക്കുള്ളായിരുന്നു, ഇപ്പോൾ ഇതൊന്നും മേടിക്കലില്ല. പിന്നെ ഇങ്ങനെയുള്ള അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പം അതൊക്കെ ചുമ്മാ ഒന്ന് റെക്കോർഡ് ചെയ്തോന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ എന്താണ്, ഈ നല്ല ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളാണ് ലോട്ടിൽ കൂടുതലായിട്ടും ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിത് കണ്ടു കഴിഞ്ഞ് എടുക്കാതിരിക്കാൻ തോന്നത്തില്ല, അങ്ങനെ നമ്മൾ എടുത്ത് പോവും. ഇപ്പോൾ പർച്ചേസിന് പോകുന്ന ആൾക്കാർക്ക് അറിയാം, നമ്മൾ മേടിക്കാൻ പോകുന്നത് ഇപ്പോൾ എന്തെങ്കിലും ഒന്നോ രണ്ടോ ഐറ്റം മനസ്സ് വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ ഒരു ഷോപ്പിംഗ് മോളിലേക്ക് കയറുന്നുണ്ടാവുക. പക്ഷേ ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ആ ഒരു ട്രോളി കംപ്ലീറ്റ് സാധനം നമ്മൾ എടുത്തിട്ടുണ്ടാവും. എന്താണ് അതിൻ്റെ ഒരു പിന്നിലെ രഹസ്യം എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഈ പുറത്ത് ഷോപ്പിംഗ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കൂടുതലും കാശ് ചിലവാക്കുന്നുണ്ടാവുക. പിന്നെ നമ്മളിങ്ങനെ റെക്കോർഡ് ചെയ്തപ്പോൾ നമ്മുടെ സ്റ്റാഫ് നമ്മളോട് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ റെക്കോർഡ് ചെയ്യാൻ പാടില്ല എന്ന്. അപ്പോൾ പിന്നെ നമ്മുടെ റെക്കോർഡിങ് അവിടെ വെച്ചിട്ട് നിന്നു കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പം ഈ ഒരു ഭാഗത്തൊക്കെ എത്തിയപ്പോഴാണ് അവർ വന്നത്. ഇവിടുന്ന് ഞാൻ ജസ്റ്റ് സാൻഡൽസിൻ്റെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേനും അവർ വന്നു. അപ്പോൾ പിന്നെ നമ്മുടെ റെക്കോർഡിങ് അവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കേണ്ടി വന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ചിട്ട് ഈ ഒരു വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.